ഷബ്ന ഷബ്ന കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണ്. കുറച്ചുകൂടി അവിടെ കാര്യങ്ങൾ ആർമിയും മറ്റും നിയന്ത്രണത്തിലാക്കുകയാണെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും ആളുകൾ ഒട്ടുമിക്കതും ഒഴിഞ്ഞു പോകുന്നുണ്ട്. കാണുന്നുണ്ടാവുമല്ലോ, കാണുന്നുണ്ട്. പാക്ക് ചെയ്തുങ്ങാണ്ട് അവര് ഒഴിഞ്ഞ് ജമ്മുവിലേക്കും മറ്റും പോവാണ് ആളുകളല്ലേ? ഇതിപ്പോ എവിടെയാണ്? റെയിൽവേ സ്റ്റേഷനോ മറ്റോ ആണോ? എവിടെയാണിത്? അതിനൊരു അതിന്റെ തൊട്ടടുത്തുള്ള ടൗൺ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ കുറച്ച് കടകളേ ഉള്ളൂ. ഈ ഇൻസിഡന്റ് നടന്നതിന്റെ തൊട്ടടുത്ത്. അപ്പൊ അവരെന്താ പറയുന്നത്? അവര് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ, ഞങ്ങൾക്ക് അത് സ്ഥിരമായിട്ടുള്ള പറച്ചിലാണല്ലോ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് പങ്കില്ല എന്നെങ്കിലും ഇത് സമ്മതിച്ച ചരിത്രം ഇല്ലല്ലോ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒട്ടുമിക്കവരും കാലികളുമായിട്ടും മറ്റൊക്കെ ഒഴിഞ്ഞു പോവുകയാണ്. ഈ ഇൻസിഡന്റ് നടന്നതിന്റെ തൊട്ടടുത്തുള്ള കുറച്ച് വീടുകളുണ്ട്, കാണുന്നുണ്ടാവും വിഷ്വൽസിൽ. ഇവിടെയുള്ള ഇനിയിപ്പോ ഈ ഒരു കട മാത്രമേ ഉള്ളൂ. കുട്ടികളെയും സ്ത്രീകളെയും കാണാം. ചെറിയ കുഞ്ഞിനൊക്കെ ആയിട്ട് പോവാണ്. ഇവരൊക്കെ ശ്രീനഗറില് വീടും സ്ഥലവും ഒക്കെ ഉള്ളവരാണോ? അത്ര റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല ഇവര്. ഈ മഞ്ഞുകാലായി കഴിഞ്ഞാല് ശ്രീനഗറിന് നേരെ ജമ്മുവിലേക്കാണ് പോവുക. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇവര് പറയുന്നത് തിരിച്ച് ജമ്മുവിലേക്ക് പോവാണെന്ന്. ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, റോഡ് ബ്ലോക്കഡ് ആയതുകൊണ്ട്, ജമ്മു ശ്രീനഗർ ഹൈവേ ലാൻഡ് സ്ലൈഡ് കാരണം ബ്ലോക്കഡ് ആയതുകൊണ്ട് ഷോഫിയാൻ വഴി, ഷോഫിയാൻ, രജൌരി, പുൽവാമ ആ റൂട്ടിന് അങ്ങനെ ജമ്മു പോവാന്നാ പറഞ്ഞത്. ഈ ആക്രമണത്തിന്റെയൊക്കെ ഒരു ഭീതിയുടെ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കും. തീർച്ചയായിട്ടും മിക്കവരും കാലികളുമായിട്ടാണ്. ഞാൻ വിഷ്വൽസ് സജിത്തിന് ഞാൻ വീഡിയോസ് ആയിട്ട് അയച്ചിട്ടുണ്ട്. അതിലുണ്ട് കാലികളുമായിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളും കാലികളുമായിട്ട് പോകുന്നുണ്ട്, നടത്തിച്ചു കൊണ്ടുപോകുന്നവരുണ്ട്. പിന്നെ പുറത്തിറങ്ങിയപ്പോ നമ്മളോട് ഇപ്പൊ നോർമലി നമ്മൾ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഏരിയകളാണ്, പക്ഷെ അവിടെ ഒന്നും നിൽക്കരുതെന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ പെട്ടെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് ഷപ്നയോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് കുറച്ച് ഇഷ്യൂസ് ആയിട്ടുണ്ട് അവിടെ, അതുകൊണ്ട് അവിടെ നിർത്തരുതെന്ന്. സാധാരണ അവിടെ ഒരു കുഴപ്പമുള്ള ഏരിയ അല്ല. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞ എന്താ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ മുകളിലേക്ക് ഹില്ലി ഏരിയ ആണല്ലോ, നിറയെ മരങ്ങളുള്ള. അപ്പൊ അവിടേക്ക് രക്ഷപ്പെട്ടു എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുകളിൽ നിറയെ കാണുന്നുണ്ടാവും, നിറയെ മരങ്ങളും മറ്റുമായിട്ട്. അപ്പൊ അതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാല് കണ്ടെത്തുക കുറച്ച് ബുദ്ധിമുട്ടാ. കാണുന്നുണ്ടാവുമല്ലോ. മനസ്സിലായി. ഇതിന്റെ മുകളിലേക്ക് കിലോമീറ്ററുകളോളം കണ്ടെത്തുക ബുദ്ധിമുട്ടാ. പൊതുവെ ഇവര് മരത്തിന്റെ മേലെ കയറി ഇരുന്നുകൊണ്ട് ഗ്രനേഡ് എറിയലൊക്കെ ഇവരുടെ സ്ഥിരം പരിപാടിയാ, കല്ലെറിയലും ഒക്കെ. ഇതുപോലെയുള്ള മുകളിലേക്ക് കയറി പോയി എന്നാ പറയുന്നത്. ഈ 3 പേരുടെ രേഖാചിത്രമൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഭീകരരുടെ. എന്തെങ്കിലും അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. കിട്ടാതെ അവരെന്തായാലും എന്തോ ചെയ്യൂല. കിട്ടിയതിന്റെ പകുതിയെ പുറത്തേക്ക് വിടുള്ളൂ. എന്തെങ്കിലും സെക്യൂരിറ്റി നോർമലി. ഈ മേഖലയിൽ നിന്നൊക്കെ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മേഖലയൊക്കെ സുഖമായി ഇവർക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും. കണ്ടില്ലേ, ഇവിടെ മൊത്തം കൃഷിയാണ്. കൃഷിയായിട്ടും കാലി വളർത്തലുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. കാണുന്നില്ലേ? പിന്നെ ഉള്ളത് ആകെ എന്ന് പറയുന്നത് ഈ ടൂറിസമാണ്. ഇത് കണ്ടോ, മുകളിലേക്ക് കണ്ടില്ലേ? ഇതുപോലുള്ള ഏരിയ, ഇത് കിലോമീറ്റർ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് പോലും അറിയത്തില്ല. മനുഷ്യവാസം കുറവാണല്ലേ അവിടൊക്കെ? വളരെ കുഞ്ഞു ഇതേ ഉള്ളൂ. ഇത് തന്നെ കണ്ടില്ലേ, ഇത്രയും ചെറിയ കുഞ്ഞു പിള്ളേര് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കണ്ട് ഇരിക്കണ കാണുമ്പോ നമുക്കൊരു ഭയങ്കര വിഷമം. അവരെ മുഖത്തേക്ക് നോക്കുമ്പോ തന്നെ ഇത്രയും ചെറിയ പ്രായത്തില് ഒരിക്കലും ഒരു പീസ്ഫുൾ ആയിട്ട് ഇവർക്ക് നിൽക്കാൻ പറ്റാത്ത മാതിരിയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പേടി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതും സ്ത്രീകളെ മാത്രമാണ്. അതെ, ചെറിയ കുഞ്ഞു പിള്ളേരാ. 3 വയസ്സ് എന്നാണ് ചോദിച്ചപ്പോ പറഞ്ഞിട്ടുള്ളത്. ഈ കർഷകരൊക്കെ ആയിരിക്കും അല്ലേ? കൃഷിഭൂമിയിലൊക്കെ ജോലി ചെയ്യുന്നവരും ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ ആവും. അതെ, തീർച്ചയായിട്ടും ഇവര് കർഷകരാ. ഇവിടെ ഇതിന്റെ അടുത്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ചും കൂടി ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ വരാം, എന്നിട്ട് കാണിച്ചു തരാം. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. കണ്ടോ, കടകളിലെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. വേറെ കഴിക്കാൻ വേറെ ഒന്നുമില്ല. എല്ലാവരും പേടിച്ചിട്ടാന്ന് തോന്നുന്നത്. ഇത്രയും ചെറിയ പിള്ളേരെയും വെച്ചുകൊണ്ട് പോവാന്ന് പറയുമ്പോ ഇവർക്ക് സ്വന്തമായിട്ട് വാഹനമൊന്നുമില്ല. ഈ ഇവരുടെ കൂട്ടത്തില് പുരുഷന്മാരെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവരുടെ കൂട്ടത്തിൽ പുരുഷന്മാരൊന്നും ഇല്ലേ?
ഇവന്മാര് മിക്കവാറും മുങ്ങിക്കാണും എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് വരുമ്പോ, ഉം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഏരിയ ആവുമ്പോ. ഉം. ഇനി വെഹിക്കിൾ വിളിക്കാൻ പോയതാണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് അറിയില്ല. ഉം. വെഹിക്കിളൊക്കെ അവിടെ നിന്ന് മാറ്റുക, ഒഴിവാക്കുവാണ്. ആ. ഈ പരിശോധന ഈ ഓരോ സ്ഥലങ്ങളിലും പട്ടാളത്തിന്റെ പരിശോധന കാണുമല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നേരത്തെ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്ററിന്റെ ഉള്ളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പെർട്ടിക്കുലർ ഏരിയയിലൊക്കെ JNKന്റെ പോലീസ് ഉണ്ട്, CRPF ഉണ്ട്, മിലിറ്ററി ഉണ്ട്. ഇവര് നിർത്തിയിട്ട് വെഹിക്കിളൊക്കെ നോക്കിയിട്ടാ വിടുന്നത്. നമ്മൾ ID കാർഡ് കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട്, വണ്ടിയെല്ലാം മൊത്തം നോക്കിയിട്ടാണ് വിടുന്നത്. ചെറിയ ഏരിയ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്താ റീസൺ എന്ന് അറിയില്ല, എന്തെങ്കിലും ഉണ്ടായിട്ടാവാം. ഏതായാലും ഷപ്ന കാണിക്കുന്ന ദൃശ്യങ്ങൾ ഈ മേഖലയോട് ചേർന്നുള്ള ഇന്നലെ ആക്രമണം നടന്ന പഹൽഗാം മേഖലയിലാണ് അവിടെ ഷപ്ന ഉള്ളത്. ഷപ്ന ആ ദൃശ്യങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പരിശോധനാ സംവിധാനങ്ങളുണ്ട്. പല ആളുകളും ഈ സ്ഥലം വിട്ട് പോകുന്നു എന്നുള്ള വിവരം കൂടി ഷപ്ന പങ്കുവെക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഭീകരാവസ്ഥ അല്ലെങ്കിൽ ഭീതിജനകമായ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്നലത്തെ ആക്രമണം അത് വളരെ കൃത്യമായി തന്നെ അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം വെള്ളമൊക്കെ നൽകുന്നത് കാണാം. ഈ വാഹനങ്ങളിലും മറ്റും ഇവർ ജമ്മുവിലേക്കും ശ്രീനഗറിലേക്കും മറ്റും പോകാനുള്ള ശ്രമത്തിലും നീക്കത്തിലും മറ്റുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ അത് വ്യക്തമായി കാണുകയും ചെയ്യാം. വളരെ കുറച്ച് ജനസംഖ്യയുള്ള ഒരു പ്രദേശം കൂടിയാണ്, വളരെ കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ്. അവിടെ കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു സ്ഥലമാണ്. ടൂറിസം അവിടുത്തെ പ്രധാന വരുമാന മാർഗമായിരുന്നു. ഈ കുതിരകളും മറ്റുമുള്ള നിരവധി സാധാരണക്കാരായ ജനങ്ങൾ ഉണ്ട്. അവർ ആ തരത്തിൽ തന്നെ കാര്യങ്ങൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷെ അവരെയൊക്കെ വല്ലാതെ ഭീതി ജനിപ്പിക്കുന്ന വിധത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒന്ന്. അത് അതിജീവിച്ചുകൊണ്ട് ഇനി അവർ ഈ പറയുന്നത് പോലെ കുറച്ചു നാളത്തേക്ക് ഇവിടെ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ ബന്ദ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലേ? കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഷപ്ന. ശരി സജിത്ത്, നമ്മളെ ദൃശ്യങ്ങൾ അത് കണ്ടു. അവിടെ നിയന്ത്രണങ്ങളുണ്ട്. പട്ടാളത്തിൻ്റെ വലിയ പരിശോധനകൾ അവിടെ നടക്കുന്നുണ്ട്. ഇനി ഈ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ രേഖാചിത്രത്തിൽ വന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനെല്ലാ സംവിധാനങ്ങളും നമ്മൾ ഈ നേരത്തെ ഷപ്നയൊക്കെ പറഞ്ഞതുപോലെ പകുതി കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പുറത്തേക്ക് ലഭിക്കുക. കൂടുതലും നമുക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് വളരെ കോൺഫിഡൻഷ്യലായി മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ ഒരു ലക്ഷ്യത്തിലെത്തിയ ശേഷം മാത്രം പുറത്തു വിടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരിലേക്ക് എത്തുക എന്നുള്ളത് വളരെ വേഗം സംഭവിക്കുമെന്ന് കരുതാം അല്ലേ? അങ്ങനെ കരുതാം. ചില ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ തീവ്രവാദികളുടേതെന്ന് കരുതുന്ന ചില ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അത് സംബന്ധിച്ച് സ്ഥിരീകരണം ആവശ്യമാണ്. പക്ഷേ എന്തായാലും അന്വേഷണ ഏജൻസികൾ ഈ തീവ്രവാദികൾക്ക് സമീപത്തേക്ക് എത്തുകയാണ്. അവരുടെ അത് സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങളിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരം അന്വേഷണ പുരോഗതിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു വശത്ത് തിരച്ചിൽ നടക്കുന്നതിനൊപ്പം മറുവശത്ത് ഇതിന് പിന്നിൽ ആരാണ്, അവർ നടത്തിയ ആസൂത്രണം എന്താണ്, ഗൂഢാലോചന എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് തന്നെ അന്വേഷണം കടക്കുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അന്വേഷണ ഏജൻസികളുടെ നീക്കവും അതുതന്നെയാണ്. തെളിവ് ശേഖരണം മുഖ്യമാണ്. കാരണം ഇവർ നടത്തിയ നീക്കങ്ങൾ ഒരുപക്ഷെ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ഇത്തരമൊരു നീക്കം നടത്തണമെങ്കിൽ അവർ നേരത്തെ തന്നെ സ്ഥലത്ത് വരികയും നീക്കങ്ങൾ മുൻപേ തന്നെ ആരംഭിച്ചിട്ടും ഉണ്ടാവണം. അത്തരം സാഹചര്യങ്ങൾ എന്ത് എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നടക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ തീവ്രവാദികളുടെ ബന്ധം, അവരുടെ നീക്കങ്ങൾ ഇതൊക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാവുന്നു. തീവ്രവാദ ബന്ധമടക്കം പരിശോധിക്കുന്നുണ്ട്. അവിടെ പ്രാദേശികമായ സഹായങ്ങൾ ഏതൊക്കെ തരത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വനത്തിനുള്ളിൽ ഭീകരർക്കായി തെരച്ചിൽ കാര്യമായി നടക്കുന്നുണ്ട്. നേരത്തെ മുതൽ തന്നെ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വനമേഖലയുണ്ട്, മൊട്ടക്കുന്നുകളുണ്ട്, പർവ്വത മേഖലകളുണ്ട്.